കഴിഞ്ഞ ദിവസം റോമിൽ പോവുകയും വത്തിക്കാൻ സന്ദർശിക്കുകയും ചെയ്തപ്പോൾ തോന്നിയൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് വത്തിക്കാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്? എന്തുകൊണ്ടത് കേരളത്തിലേക്ക് മാറ്റിക്കൂടെ ആസ്ഥാനം? കാരണം ഇവിടെയൊക്കെ ക്രൈസ്തവരുടെ എണ്ണം കുറയുന്നു, ക്രൈസ്തവർക്ക് മക്കൾ ഇല്ലാതാവുന്നു, വൈദികരാകാൻ ആളെ കിട്ടുന്നില്ല. എവിടെ ചെന്നാലും ക്രൈസ്തവ വൈദികർ കത്തോലിക്ക വൈദികർ മിക്കവരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്, കൂടുതലും കേരളത്തിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്നുള്ളവർ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് വൈദികരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ക്രൈസ്തവ ജനസംഖ്യയോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ സഭയുടെ ആസ്ഥാനം ഇവിടെ തന്നെ ആകേണ്ട കാര്യമില്ല. ഈ ആളൊക്കെയുള്ള സ്ഥലത്തേക്ക് അത് മാറുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ നമ്മൾ അന്ത്യോക്യ സിംഹാസനം എത്രയോ കാലം മുമ്പ് തന്നെ അത് അന്ത്യോക്യയുടെ ആസ്ഥാനം കേരളത്തിലേക്ക് മാറ്റേണ്ടതായിരുന്നു. യാതൊരു കാര്യവുമില്ലാതെ അന്ത്യോക്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പാത്രിയർക്കീസ്, അവിടെ ഒരൊറ്റ മനുഷ്യനില്ല. ആ പാടൊരു ഒന്നോ രണ്ടോ ചെറിയ കെട്ടിടങ്ങളുണ്ട്. അത് പാത്രിയർക്കീസ് വല്ലപ്പോഴും അവിടെ പോകും. ഇപ്പോഴത്തെ പാത്രിയർക്കീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പണ്ടെങ്ങാണ്ട് അവിടെ സെൻറ്റ് പീറ്റർ അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഇന്നും അവിടെ തന്നെ ആകാവൂ എന്ന് അതിന് ഉള്ള ഒരു ന്യായം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ ആളില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോരുക. നമുക്കറിയാം ആ ഭാഗങ്ങളെല്ലാം ക്രൈസ്തവരുടേതായിരുന്നു. ആ ഭാഗങ്ങളിലെല്ലാം ക്രൈസ്തവ ജനസംഖ്യയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഈ നബിയുടെ ആദ്യ ഭാര്യയുടെ ഖദീജയുടെ അമ്മാവൻ ബറക്കത്ത് നൗഫൽ എന്നോ മറ്റോ ഒരു കക്ഷി, അദ്ദേഹം ഒരു ഓർത്തഡോക്സ് പുരോഹിതനോ മറ്റോ ആയിരുന്നു. ഈ ഹീറാ ഗുഹയിൽ നിന്ന് നബി എന്തോ ഒരു വെളിപാട് കിട്ടി. അപ്പം എന്താണ് സംഭവം എന്ന് നബിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇത് ഇങ്ങേരോട് പറഞ്ഞപ്പം, ഈ ബർക്കത്ത് നൗഫലിനോട് പറഞ്ഞപ്പം അങ്ങേര് പറഞ്ഞു അത് ജിബ്രീൽ ദൈവദൂതനാണ്, മാലാഖയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ജിബ്രീൽ എൻ്റെ വെളിപാടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ പറയുന്നതിനെല്ലാം താനും ജീവിച്ചിരുന്നാൽ താനും അനുകൂലിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. എൻ്റെ കൃത്യമായതെല്ലാം സെക്കൻഡ് ഹാൻഡ് നോളജാണ്, എനിക്ക് ഫസ്റ്റ് ഹാൻഡ് നോളജല്ല. ജാമിദ ടീച്ചറും ഈ ആരിഫ് ഹുസൈൻ തെരുവത്തും ഒക്കെ പറയുന്നത് കേട്ടുള്ള അറിവാണ്. അപ്പോൾ അങ്ങനെ ഈ ജിബ്രീലാണ് പണ്ട് മാതാവിനോട് കന്യാമറിയത്തോടും ഈ സന്ദേശം അറിയിക്കാൻ വന്നത്. ആ കക്ഷി തന്നെയാണ് വീണ്ടും ഇവിടെ വന്നതെന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിനുശേഷമാണ് ഈ നബി പ്രവാചകനാണെന്നും അതിനുശേഷം അംഗീകരിക്കപ്പെടുന്നതും ഇസ്ലാം മതം ആ ഭാഗം മുഴുവൻ ആകുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അന്ത്യോക്യയിൽ തന്നെ ആളില്ലാത്തൊരു സഭയുടെ മേധാവിയായിട്ട് പാത്രിയർക്കീസ് അവിടെ തുടരേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ കുറേ ആളുകളുണ്ട്, കേരളത്തിലെ പ്രശ്നങ്ങളും അവിടെ കൊണ്ടങ്ങ് തീരും. എന്ന് മാത്രമല്ല ഈ പാത്രിയർക്കീസ് അവിടുത്തുകാരൻ തന്നെയാണോ എന്ന നിർബന്ധം കേരളത്തിൽ നിന്നുള്ള ഒരാൾക്ക് പാത്രിയർക്കീസ് ആയിക്കൂടെ? ഇപ്പോൾ കുറഞ്ഞ വർഷം മാർപ്പാപ്പായുടെ കാര്യത്തിൽ താത്വികമായിട്ട് ഒരു ഇന്ത്യക്കാരനാകുന്നതിന് ഒരു തടസ്സവുമില്ല. ഒരു ഇന്ത്യക്കാരനെ തിരഞ്ഞെടുത്താൽ മതി. തിരഞ്ഞെടുക്കില്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം, ഈ ജർമ്മനിയിൽ നിന്നുള്ള മാർപ്പാപ്പ വന്നു, പോളണ്ടിൽ നിന്നുള്ള മാർപ്പാപ്പ വന്നു, അർജൻറ്റീനയിൽ നിന്ന് വന്നു, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നു. ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്നതിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നിറത്തിൻ്റെ കാര്യം അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കണക്കാക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നൊരു പോപ്പ് വന്നാൽ, ഒരു കറുത്ത പോപ്പ് വന്നു കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം കാലം അത്ര മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ വത്തിക്കാനിൽ വെച്ച് നമ്മുടെ കർദിനാൾ മാർ ജോർജ് കൂക്കാടിനെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ഈ മതാന്തര സൗഹൃദത്തിൻ്റെ ആ ഡിക്കാസ്ട്രിയുടെ അതിൻ്റെ മേധാവിയാണ്, ഈ ഇൻ്റർ റിലീജിയസ് കമ്മീഷൻ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ക്രൈസ്തവ ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നു ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം. അവിടെയെല്ലാം മറ്റ് മതക്കാർ അവരുടെ ആധിപത്യം വരുന്ന കാലക്രമേണ അത് വന്നിരിക്കും. അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് വന്നിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടത്. കേരളത്തിലെ ജനസംഖ്യ ഇപ്പോൾ ക്രൈസ്തവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, മുസ്ലിം ജനസംഖ്യ കൂടുന്നു, ഹിന്ദുക്കളുടെ ജനസംഖ്യ വലിയ തോതിൽ കൂടുന്നുമില്ല. അപ്പം ആ മുസ്ലിം ഭൂരിപക്ഷം ഇന്നല്ലെങ്കിൽ നാളെ വന്നിരിക്കും. അത് അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അംഗീകരിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇനി എന്തുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം വരുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വനിതാ ദിനം നമ്മൾ ആഘോഷിച്ചത്. ഈ വനിതകൾക്ക് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാശ്ചാത്യ ലോകത്ത് സംഭവിക്കും. അവരെ ജോലിക്ക് വിടുക, അവർക്ക് ഈക്വൽ ഈ പുരുഷനെപ്പുറത്ത് തന്നെ അവർ ചിന്തിക്കുക, പൈസ ഉണ്ടാക്കുക, അവരുടേതായ ജീവിതം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രസവിക്കാനോ അല്ല മക്കളെ വളർത്താനോ ഒന്നും താല്പര്യം കാണില്ല. ഇനി പുരുഷന്മാരുടെ സ്ഥിതിയാണെങ്കിലും അവർക്കും കുടുംബത്തിൽ ജീവിക്കാനോ അല്ലെങ്കിൽ മക്കളുണ്ടാവാനോ ഇതിനൊന്നും താല്പര്യം കാണില്ല. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നേരെ മറിച്ച് ഈ മുസ്ലിം ആശയമനുസരിച്ച് സ്ത്രീകൾ പേറുക ഇത് രണ്ടുമാണ് അവരുടെ ചുമതലയെന്നാണ് ഈ ജാമിദ ടീച്ചറൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ എല്ലാം സെക്കൻഡ് ഹാൻഡ് അറിവുകളാണ്. അതുകൊണ്ട് തെറ്റ് വന്നുകൂടാഴുകയില്ല. അത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതുമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് സ്വാതന്ത്ര്യം കുറവ്, അവർ ജോലിക്ക് പോകുന്നില്ല, പഠിത്തം കുറവ്,
അവർ പ്രസവവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് വീടുമായിട്ട് കഴിഞ്ഞുകൂടുന്നു. നേരെ മറിച്ച് പാശ്ചാത്യ ലോകത്ത്, ഈ പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകത്ത്, അവർ പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശം, പുരുഷൻ സമ്പാദിക്കുന്നു, സ്ത്രീയും സമ്പാദിക്കുന്നു. ഇപ്പം രണ്ടു കൂട്ടരും സമ്പാദിക്കാതെ ഒന്നും ജീവിക്കാനും പറ്റത്തില്ല പാശ്ചാത്യ ലോകത്ത്. അങ്ങനെ ജീവിതം വളരെ സങ്കീർണമാക്കി വെച്ചിരിക്കുന്നു. ഇപ്പം നമുക്കറിയാം അമേരിക്കയെ പറ്റി പറയുന്നത്, അമേരിക്കയിൽ ഇപ്പം ടാക്സ് അടയ്ക്കുന്ന സീസണാണ്. എവരിതിങ് ഈസ് എത്രയോ സങ്കീർണമാണ്, കോംപ്ലക്സ്. പിന്നെ ഒരു ആശുപത്രിയിൽ പോകുന്ന ഒരു അസുഖം വന്നാൽ എത്രയോ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ല ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ജീവിതത്തെ വളരെ സങ്കീർണമാക്കി, വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പം ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യണമെങ്കിൽ ധാരാളം പണം വേണം. ആ ധാരാളം പണം വേണമെങ്കിൽ പിന്നെ ധാരാളം അധ്വാനിക്കണം, രണ്ടുപേരും അധ്വാനിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുടുംബത്തിനൊന്നും പ്രസക്തി ഇല്ലാതായിത്തീരുന്നു. നേരെ മറിച്ച് ഇപ്പം ഇന്ത്യ പോലെയുള്ള സിമ്പിളായിട്ടുള്ള ജീവിതം പോകുന്ന, ഇപ്പോൾ ഒരു അസുഖം വന്നാൽ ഉടനെ ഒരു ആശുപത്രിയിൽ പോയി പെട്ടെന്ന് ഓടിച്ചെന്നാൽ ഏതെങ്കിലും ആശുപത്രി നമുക്ക് പിന്നെ ചികിത്സ കിട്ടും. നേരെ മറിച്ച് അമേരിക്കയിൽ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാലോ അവിടെ ചികിത്സ കിട്ടാൻ എത്ര പാടാണ്. ഒരു എമർജൻസി ചെന്ന് കഴിഞ്ഞാൽ ആ വിദഗ്ധ ഡോക്ടർമാർ പലരും കണ്ടുവെന്ന് വരില്ല, പിന്നെ എപ്പോഴെങ്കിലും കാണാതിരിക്കില്ല പിന്നെ എന്ന് കരുതാം. പക്ഷേ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണമെങ്കിൽ എത്രയോ നാളെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സിറ്റി, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ പാശ്ചാത്യ സംസ്കാരം എന്ന് തോന്നുന്നു. അപ്പോൾ ആ സംസ്കാരത്തിലാണ് ഈ കുടുംബ ബന്ധങ്ങളുമൊക്കെ ഇങ്ങനെ തകർന്നു പോകുന്നത്. കാരണം ഇത്രയധികം കോംപ്ലക്സ് ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓടേണ്ടി വരുന്നു. അപ്പോൾ അതനുസരിച്ച് വരുമാനം ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം, പിന്നെ സാഹചര്യങ്ങൾ ഉണ്ടാവണം. അതിന് സ്ത്രീയും പുരുഷനും ഒക്കെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മക്കൾ ഒക്കെ ആ പ്രയോറിറ്റി ഇല്ലാതായി പോകുന്നു, കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടേതായ രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ ആണ് കുടുംബങ്ങൾ ഒക്കെ തകരാനായിട്ടുള്ള കാരണം. അത് ക്രൈസ്തവ സഭകളെയെല്ലാം ബാധിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ആ ക്രൈസ്തവ സഭകളെല്ലാം പിന്നെ ക്രൈസ്തവ രാജ്യങ്ങൾ പലതും മറ്റ് മതക്കാരുടെ ഭൂരിപക്ഷം ആകുന്ന ഒരു സ്ഥിതി വരും. ഇപ്പം ബ്രിട്ടനൊക്കെ അധികം താമസിയാതെ എങ്ങനെ ആകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ. അപ്പം ആളുള്ളിടത്ത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ആളില്ല, അല്ലെങ്കിൽ വൈദികരാകാൻ പോകാൻ ആളില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ വത്തിക്കാനുമൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇപ്പോൾ അവിടെ കുറച്ച് ആളുണ്ട് ഇപ്പോൾ തൽക്കാലം. ഇപ്പോഴത്തെ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും തോന്നുന്നു. കുറേ കൂടെ ഈ സഭാകാര്യങ്ങൾ ആളുള്ളിടത്തേക്ക് എവിടെ ആളുണ്ടോ അങ്ങോട്ട് മാറുക. അല്ലെങ്കിൽ പിന്നെ ഈ സൗത്ത് അമേരിക്ക, അവിടെയും ആളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ വത്തിക്കാനിൽ തന്നെ തുടരേണ്ട കാര്യങ്ങളൊന്നുമില്ല.